നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കർശന നിലപാടിലേക്ക് CPIM. SNDPയെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നും മുസ്ലിം ലീഗിന്റെ വർഗീയത തുറന്നുകാട്ടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ചേർന്ന CPM സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമാണ് പ്രതികരണം. BJPയുടെ മതരാഷ്ട്രവാദ നിലപാടിനെതിരെ ശക്തമായ ആശയ പ്രചാരണം വേണം. ക്ഷേത്രങ്ങൾ കൈയടക്കാൻ RSS ശ്രമിക്കുകയാണ്. ക്ഷേത്രമുറ്റത്ത് ശാഖകൾ അടക്കം നടത്തുന്നു. വിശ്വാസികൾ ആരും വർഗീയവാദികളല്ല. വിശ്വാസികളുടെ കേന്ദ്രങ്ങളിൽ വർഗീയവാദം അനുവദിച്ചു കൊടുക്കാനും പറ്റില്ല. ആരാധനാലയങ്ങളിൽ ആർക്കും പോകാം. പാർട്ടി അംഗങ്ങൾക്കിടയിൽ വിശ്വാസികൾ ധാരാളമുണ്ട്. പാർട്ടി മെമ്പർ ആകുന്നത് ആരാധനാലയത്തിൽ പോകുന്നതിന് തടസ്സമല്ല. വിശ്വാസികളെ അടക്കം വർഗീയവൽക്കരിക്കാനാണ് BJPയുടെ നീക്കം. BJPയുടെ എല്ലാ ശ്രമങ്ങളെയും ശക്തമായി തന്നെ പ്രതിരോധിക്കാൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതികരണം. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDPയുടെ നേതാക്കൾ CPM വിമർശനം നടത്തുകയാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. SNDP നേതാക്കൾ വ്യക്തിപരമായ വിമർശനങ്ങൾ പോലും നടത്തുന്നു. BDJSനെ ഒരു ഉപകരണമാക്കി RSS അജണ്ട നടപ്പാക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്ന് പ്രചരിപ്പിക്കുകയായിരുന്നു. BDJS വഴി BJP അജണ്ട നടപ്പാക്കുന്നതിൽ വിമർശനം തുടരും. SNDPയെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദികളുമായി യോജിച്ച് പ്രവർത്തിക്കുകയാണ് എന്ന് അദ്ദേഹം വിമർശിച്ചു. മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാടിനെ തുറന്നു കാണിക്കും. വർഗീയ ശക്തികൾക്ക് പരസ്പരം കുറ്റപ്പെടുത്തി ശക്തിപ്പെടുത്തുന്ന അവസ്ഥയാണ് കേരളത്തിനുള്ളത്. ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിപ്പിക്കാനും RSS ശ്രമിക്കുന്നുണ്ട്. ന്യൂനപക്ഷ പരിരക്ഷയ്ക്ക് പ്രാധാന്യം നൽകും. ഇടതുപക്ഷം പ്രധാന ചുമതലയായി ന്യൂനപക്ഷ പരിരക്ഷ ഏറ്റെടുക്കും. നഗരമേഖലയിൽ CPM സംഘടനാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും നവമാധ്യമങ്ങളിൽ CPM വിരോധം വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത മാധ്യമ ശൃംഖല CPMനെതിരെ തിരിയുകയാണ്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ആശയ പ്രചാരണ ശക്തിയായി നവമാധ്യമങ്ങൾ നടപ്പാക്കും. നവമാധ്യമം കടന്നാക്രമണങ്ങൾ കൂടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തലസ്ഥാനത്തെ മേയറെയും മുഖ്യമന്ത്രിയെയും ഉദ്യോഗസ്ഥരെയും എല്ലാം കടന്നാക്രമിക്കുകയാണ്. IAS-കാരിയായ ദിവ്യ S. അയ്യർക്കെതിരെ നടക്കുന്ന ആക്രമണം അവർ സ്ത്രീയായതുകൊണ്ട് മാത്രമാണ്. കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയായതുകൊണ്ട് ഔദ്യോഗികമായ പദവികളെ പോലും വിമർശിക്കുന്നു. ദിവ്യയെ ആക്രമിച്ചതിന് മുന്നിൽ നിന്നത് മുൻനിര കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അന്ധവിശ്വാസവും സ്ത്രീവിരുദ്ധതയുമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. തെറ്റുതിരുത്തൽ സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. ഒരു തെറ്റും വെച്ച് പൊറുപ്പിക്കില്ല. സർക്കാർ തലത്തിലെ മുൻഗണന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ക്ഷേമ പെൻഷൻ അടക്കം കുടിശ്ശിക അടക്കം തീർക്കും. മുൻഗണന തീരുമാനിക്കാനും അത് നടപ്പാക്കാനും CPM ശ്രമിക്കുന്നുണ്ട്. ധനകാര്യ മാനേജ്മെന്റ് നല്ല നിലയിലാണ് കേരളത്തിൽ നടക്കുന്നത്. പദ്ധതി നിർവഹണത്തിലടക്കം മുൻ വർഷങ്ങളെക്കാൾ മെച്ചവും ഉണ്ടായിട്ടുണ്ട്. വികസന മുരടിപ്പ് എന്ന വിമർശനത്തിന് അടിസ്ഥാനമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. EP ജയരാജൻ BJP ബന്ധ വിവാദത്തോട് ഉയർന്ന ചോദ്യത്തിന് സംഘടനാ കാര്യങ്ങൾ വിശദമായി തന്നെ അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി.